ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുക്കീസ് തയ്യാറാക്കിയെടുക്കാം. ഓവനില്ലാതെയും നമുക്ക് ഈ കുക്കീസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നല്ല സോഫ്റ്റായി കിട്ടിയ ബട്ടറാണിത്. നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കിതിലോട്ട് 1 കപ്പ് പഞ്ചസാര പൊടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ മുട്ട ഉപയോഗിച്ചിട്ടുള്ള കുക്കീസാണ് കാണിക്കുന്നത്. അപ്പോൾ മുട്ട ഉപയോഗിക്കാതെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഇതിനു മുമ്പ് ഒരു കുക്കീസിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, ഓവൻ ഇല്ലാതെ ഉണ്ടാക്കുന്നൊരു വീഡിയോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ആ വീഡിയോ കാണുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം മെല്ലെ വേണം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതൊന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 1.5 കപ്പ് മൈദയാണ് എടുക്കേണ്ടത്. നമുക്ക് ആദ്യം 1 കപ്പ് മൈദയിൽ നിന്നും കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി 1/2 കപ്പ് മൈദ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു ഡോ തയ്യാറാക്കി എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിരിക്കണം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 പിഞ്ച് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ല മിക്സായി ഇതുപോലെ ഒരു ഡോ തയ്യാറാക്കി എടുത്ത് നിങ്ങൾ ഒരുപാടിട്ട് കുഴയ്ക്കാൻ പാടില്ല. നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ തന്നെ വച്ചേക്കുക. ഇനി നമുക്ക് ഇത് ഒരു 3 പാർട്ടാക്കി മാറ്റാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് സ്പ്രിങ്കിൾസാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത കുക്കീസിലോട്ട് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ചേർത്ത് നമുക്ക് അങ്ങനെ ഒരു കുക്കീസ് തയ്യാറാക്കാം. ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു കുക്കീസാണിത്. ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്കിതുപോലെ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇത് ഓവനില്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 25 മിനിറ്റ് എടുക്കും ഇത് ബേക്കായി കിട്ടാൻ. ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി ഒരു 25 മിനിറ്റെങ്കിലും ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഓവനില്ലാതെയുള്ള റെസിപ്പി നിങ്ങൾ കാണുക. അതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്നത് എന്നത്. അപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 25 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മുടെ കുക്കീസ് ഇവിടെ ബേക്കായി വന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.